നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്ന് മോർണിംഗ്. ഓക്കെ, ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് ചിന്തകൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, കറൻ്റ്ലി ഇന്ന് കാലത്ത്, ഇന്ന് രാവിലെ അവർ എഴുന്നേൽക്കുന്ന സമയത്തോ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയാം, മോർണിംഗ് അല്ല മീൻസ് ഇന്നത്തെ ദിവസം തുടങ്ങുന്ന സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഹീലിംഗ് ഹാർട്ട്. ഓക്കെ, നൈസ് ഡേറ്റ്. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല, എല്ലാം എടുത്ത് കഴിയട്ടെ എന്നിട്ട് പറയാം. എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചിലപ്പോൾ ചാടാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാർഡ് അവിടെ അപ്പോൾ വരും. ഓക്കെ, സമാധാനം, സന്തോഷം. ഓക്കെ, ഇപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. ഓക്കെ, സൺഗ്ലാസസ് ഉണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും മറന്നിരുന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ, നിങ്ങളെപ്പോഴാണ് ലാസ്റ്റ് വന്നത്, നിങ്ങളുടെ ഫോട്ടോ വല്ലതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വല്ലതും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, ആരുടെയെങ്കിലും കൂടെ ആണോ, എന്താണ് നിങ്ങളുടെ വിവരം ഒക്കെ കാലത്ത് തന്നെ എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഇട്ടുണ്ടാവില്ല, ബട്ട് സൈലൻ്റ്ലി നിങ്ങളെ വാച്ച് ചെയ്യാണ്. ഓക്കെ, സൺഗ്ലാസസ് ഇട്ടിട്ട് ഗ്ലാസിൻ്റെ പിന്നാലെ നിന്ന് നമ്മൾ പറയില്ല, ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയില്ലല്ലോ. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സോ ബി കെയർഫുൾ. ഓക്കെ, കെയർഫുൾ എന്ന് പറഞ്ഞാൽ വേണം വെച്ച് കുറച്ച് അവരെ ഒന്ന് ചിലസാക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഹീലിംഗ് ഹാർട്ടാണ് ഇന്നത്തെ. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ഓക്കെ, ഹീലിംഗ് ഹാർട്ട് കാണുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി, എന്തെങ്കിലും പറഞ്ഞ് തർക്കമായി. ഓക്കെ, സൈലൻ്റ് ആയി പോയി, ആൾ വിട്ടുപോയി, മാറിപ്പോയി, സംസാരിച്ചില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്തു പോയി, ദേഷ്യപ്പെട്ടു പോയി, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് കാലത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട്, ഇതിനെ ഒന്ന് ശരിയാക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡേറ്റിംഗ് കാണുന്നുണ്ട്. സോ നിങ്ങളുമായിട്ട് ഒരു ഡേറ്റിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മീറ്റ് ചെയ്യുക, നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുക, സംസാരിക്കുക, ഡേറ്റ് ചെയ്യുക എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. കുറച്ച് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, അത്ര തന്നെ. ഓക്കെ, ഇവിടെ കിസ്സസ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. ഗിവിങ് ആൻഡ് റിസീവിങ് അഫെക്ഷൻ, അവർക്ക് ആഗ്രഹം അതാണ്, നിങ്ങളുമായിട്ട് ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് വേണം. ഓക്കെ, നിങ്ങളോട് സ്നേഹം തന്നെയാണ് അവർക്ക്. ഓക്കെ, പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്ക് വന്നതായിരിക്കും, അതൊക്കെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരും, സാരില്ല. ഓക്കെ, ഇവിടെ പാഷൻ കാണുന്നുണ്ട്, ഇന്റൻസ് കെമിസ്ട്രി, ലൈക്കിങ് ഈച്ച് അതർ, ഈക്വലി ഹാവിങ് ഫൺ. യെസ്, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതിനൊക്കെ സോൾവ് ചെയ്ത് ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത് സോൾമേറ്റ് കാർഡ്. ഓക്കെ, യെസ്, അവർ നിങ്ങളെ സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പണങ്ങി മാറിയിരുന്നോ എന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സപ്പോസ് സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ അങ്ങനെ വിട്ട് ടോട്ടലി അവർക്ക് പോകാനൊന്നും സാധിക്കില്ല, കാരണം ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പുൾ അവർക്ക് വളരെ സ്ട്രോങ് ആണ്. ആ സോൾ കണക്ഷൻ കൊണ്ടാണത്. ചിലപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ടാവും, ടെലിപ്പത്തിക്കലി മേ ബി നിങ്ങൾ വിഷമിക്കുമ്പോൾ അവർ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വിഷമം നിങ്ങൾ അറിയുന്നുണ്ടാവും. സോ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ അവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അകന്നൊന്നും പോകാനൊന്നും സാധിക്കില്ല. ഓക്കെ, എന്തെങ്കിലും ചെറിയ പിണക്കം ഉണ്ടെങ്കിൽ തന്നെ അതിലെ മറിഞ്ഞിരുന്ന് അവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ ഗേൾ ടോക്ക് ഉണ്ട്. യെസ്, ഓക്കെ, മേ ബി നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണെന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം. സോ അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇരിക്കട്ടെ, നല്ലതാ. ഓക്കെ, സോറി, ജസ്റ്റ് വൺ സ്പേസ്. ഓക്കെ, സാല ഞാൻ ഷഫിൾ ചെയ്തിട്ട് എടുക്കാം, ജസ്റ്റ് വേണപ്പോൾ നോക്കിയെന്നുള്ളൂ. ഓക്കെ, ബാക്കി അവരെന്താ, വേറെന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ രാവിലത്തെ തോട്ട്സ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സോറി, ഞാനിങ്ങനെ ഇങ്ങനെ വീഴുന്ന എടുക്കാറില്ല. സോറി, എന്താ പറ്റുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വേറെന്തൊക്കെയാണ് പേഴ്സൻ്റെ മനസ്സിൽ. ഐ വോണ്ട് യു ടു ചൂസ്. എന്തിനാ നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഐ എം റെഡി. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. ഞാൻ എന്താ പറഞ്ഞത്, ഐ എം സോറി. ഓക്കെ, Ace of Wands. Oh my god, seriously, wow. ഇങ്ങനെ വയ്ക്കാം ആക്ച്വലി, അല്ല സോറി, ഇത് ഓക്കെ.
ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പിന്നാലെ പോകണം എന്നാണ്. ഓക്കെ, നിങ്ങൾ മാറിയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ അവരെ വേണ്ടാത്ത പോലെ യുനോ കാണിച്ച് നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലോണം വിഷമമുണ്ട്. ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. അവർക്കും അവർ നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് ഹാർട്ട് ഞാൻ പറഞ്ഞിരുന്നു. സോ യെസ്, അവർക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, മാപ്പ് പറയണം എന്ന ആഗ്രഹമുണ്ട്. പറയോ ഇല്ല എന്നുള്ളത് പിന്നത്തെ കാര്യം, പക്ഷെ ഉണ്ട്, മനസ്സിലുണ്ട്. ഓക്കെ, നമുക്ക് അതിന് വലിയ കാര്യം അല്ലേ. ഓക്കെ, ഐ ആം റെഡി എന്ന് പറയുന്നുണ്ട്. യെസ്, ഇവിടെ ഡേറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് ഞാൻ വെച്ച്. സോ യെസ്, നിങ്ങളുമായിട്ടൊരു മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. അവരും റെഡിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. എന്നാൽ സീറോയിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് പരിചയമായിട്ടുണ്ടെങ്കിലും ശരി, ഇപ്പോൾ വീണ്ടും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. തീർച്ചയായിട്ടും അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വലിയ സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ. സോ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കാര്യമാക്കൊന്നും വേണ്ട. അവരെ മനസ്സിൽ അവരൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വോണ്ട് യു ടു ചൂസ് എന്ന് ഞാൻ പറഞ്ഞു. സോ മേ ബി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ പിന്നാലെ പോകണം എന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിലപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നത് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആലോചിക്കുക. ഏസ് ഓഫ് വാൻസ് ആണ്. സോ അഗൈൻ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാഷനേറ്റ് ആയിട്ടൊരു ന്യൂ ബിഗിനിങ്. ആക്ച്വലി ഇവിടെ പാഷൻ ഉണ്ടായിരുന്നു. സോ യെസ്, ഒരു പാഷനേറ്റ് ആയിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി കുറച്ച് കാർഡ്സ് കൂടി എടുക്കാൻ തോന്നുന്നു എനിക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓക്കെ, ലിസൺ ടു യുവർ ഹാർട്ട് ആയിരുന്നു അത്. ഐ ഡ്രീം അബൌട്ട് യു. യെസ്, ഞാൻ പറഞ്ഞില്ലേ, അവർ ഐ തിങ്ക് ആ സ്വപ്നത്തിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ആ സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലാസ്റ്റ് 2-3 കാർഡ് കൂടി എടുത്തേക്കാം. എനിക്കെന്തോ പോരാത്ത പോലെ തോന്നില്ല. യുവർ ഫാമിലി വോണ്ട് ലൈക്ക് മീ. ഐ നെവർ ഇമാജിൻ സോ മച്ച് പെർഫെക്ഷൻ. നിങ്ങൾ വളരെ പെർഫെക്റ്റ്. ഐ മെന്റ് വാട്ട് ഐ സെഡ് ആൻഡ് യെസ്. അവർക്ക് ജലസി ഉണ്ട് നല്ലോണം. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ആക്ച്വലി നിങ്ങൾ വേറെ ആരുടെ കൂടെയാണെന്നുള്ളത് ചിലവർക്ക് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ കാണിച്ചിട്ടായിരിക്കാം നിങ്ങൾ വല്ലവരുടെ കൂടെ ഫോട്ടോ കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കേട്ട് കാണാം. കാരണം ഇവിടെ ഗോസിപ്പിൻ്റെ ഒരു കാർഡുണ്ട്. മേ ബി ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ് കാണാം. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാവർക്കും മാച്ച് ആവില്ല. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെ ജലസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്ന, അടി ഉണ്ടാക്കിയത് ചിലപ്പോൾ. അതോ നിങ്ങൾ ജലസായോ? ഓക്കെ, ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളായിരിക്കാം ജലസ്. ആൻഡ് ഇവിടെ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. മേ ബി അവർ സ്റ്റേറ്റസ് വൈസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. സോ അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് അവരെ ഇഷ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അവർ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ നിങ്ങളെ അവർ പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഐ നെവർ ഇമാജിൻ സോ മച്ച് പെർഫെക്ഷൻ. നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങളുടെ ഓരോ വാക്കുകളിൽ എല്ലാം അവർ ആ പെർഫെക്ഷൻ കാണുന്നുണ്ട്. സോ അവർ തോന്നുന്നത് അവർ പോരാ എന്ന രീതിക്കാണ് അവർക്ക് കരുതുന്നത്. ആൻഡ് ഐ മെന്റ് വാട്ട് ഐ സെഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് സത്യമാണെന്നാണ് പറയുന്നത്. സോ എനിക്കിവിടെ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, സോറി, അതിൻ്റെ കൂടെ വന്നത് യെസ് ആണ്. സോ ഇത് എനിക്ക് നെഗറ്റീവായിട്ടല്ല ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്ന രീതിക്കാണ്. സോ മേ ബി അത് അവർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു കാണാം. അതിൻ്റെ പക്ഷെ പ്രവർത്തികളിൽ യെസ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിയും മുടക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ഐ തിങ്ക് അവർ നിങ്ങളോട് എപ്പോഴെങ്കിലും യെസ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അവർ സത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്സും ഉണ്ട് ഇവിടെ. സോ യെസ് കാർഡും വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു യെസ് ആൻസർ ഉണ്ട് ഇവിടെ. തിരിച്ചു വരുമോ എന്നാണെങ്കിൽ യെസ്. നിങ്ങൾ തമ്മിൽ റിന്യൂവൽ ഉണ്ടോ? യെസ്. വിട്ടുപോകുമെന്ന് ചോദിച്ചാൽ ഇല്ല, അത് പോവില്ല. അതിന് നോ ആണ്, അതിനല്ല യെസ്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് യെസ് ആണ്. ലാസ്റ്റ് കാർഡ്, വേർഡ്സ് ടു ഹേർട്ട്. യെസ്, നിങ്ങൾ തമ്മിൽ ആക്ച്വലി പറഞ്ഞ് സംസാരിച്ച് ഉടക്കിയിട്ടുണ്ട്. അതാപ്പോൾ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർക്ക് കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ട്. സാരില്ല. ഓക്കെ, ഡു യു ഈവൻ സീ മീ ദാറ്റ് വേ? ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഉടക്കിയിട്ട് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം നിങ്ങൾ ടോട്ടലി അവരെ വിട്ട് പോയി എന്ന് തോന്നുന്നു. ഓക്കെ, ബട്ട് എനിവേ ഇവിടെ നമുക്ക് കാണുന്നത് അവർക്ക് വളരെ പോസിറ്റീവ് തോട്ട്സ് ആണ്. കൺഫ്യൂഷൻ ഉണ്ട് ലേശം മൈൻഡിൽ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഓവറോൾ എനർജി യെസ്, അവർക്ക് വളരെയധികം സ്നേഹവും ഫീലിങ്സും എല്ലാം നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു ഡേറ്റിംഗ്, സോൾമേറ്റ് കണക്ഷൻ എല്ലാം കാണുന്നുണ്ട്. സോ ബി പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജിയിലിരിക്കും. അവർ വരട്ടെ, അട്രാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ചേസ് ചെയ്യല്ല വേണ്ടത്, അവർ അട്രാക്ട് ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാം. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.